നമസ്കാരം. എന്താണോ എങ്ങനെയുണ്ട് പ്രവർത്തനം? അയ്യോ, എല്ലാം ഗംഭീരമായി നടക്കും സാർ. സാറിന്റെ സന്ദർശനം വൈകുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇതെന്താണ് മുഖ്യമന്ത്രി ശിഷ്യന്മാരും കൂടി ഒരു മിന്നൽ പര്യടനം? കാര്യമുണ്ട്. ഏതാണ്ടോ ഉണ്ട്. അല്ലെങ്കിൽ ഈ പാച്ചുവിനെയും കോവാലിനെയും തിരുവനന്തപുരത്ത് കെട്ടിയെടുക്കില്ല. സംസ്ഥാന മന്ത്രിസഭയുടെ നിലനിൽപ്പ് പോലും ഈ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരമൊരു ആരോപണം എതിരാളികളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രമായി നമ്മൾ കാണുകയല്ലേ വേണ്ടത്? ബാലനെപ്പോലെയുള്ള പ്രവർത്തകന്മാർ ഇവിടെ തളർന്നു പോവുകയോ ആശയക്കുഴപ്പത്തിലാവുകയോ ചെയ്താൽ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മേനോൻ സാർ പറയുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. മേനോൻ സാർ ശക്തിയുക്തം അതിനെ നിഷേധിക്കാൻ തയ്യാറായാൽ അണികൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. എന്താ മേനോൻ ചേട്ടാ? ബാലൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം 100% സത്യമാണ്. പിന്നെ ബാലൻ അറിയാത്ത മറ്റൊന്നുകൂടിയുണ്ട്. ആ ഇൻഫർമേഷൻ ബാലന് നൽകിയത് മറ്റാരുമല്ല, പ്രഭാദേവിയിൽ എനിക്ക് പിറന്ന മകൾ തന്നെയാണ്. എല്ലാം അറിഞ്ഞിട്ടും അവളെ പടിയിറക്കി വിടേണ്ടി വന്നത് അച്ചടക്ക ബോധമുള്ള പാർട്ടി പ്രവർത്തകനായ വിശ്വനാഥ മേനോൻ എന്ന അച്ഛനെ ജയിച്ചതുകൊണ്ടാണ്. ഹൃദയം നീറുന്ന ഈ ധർമ്മസങ്കടം ഞാൻ ഇതുവരെ അനുഭവിച്ചതും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ചും ഭരണത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ബോധവാനായതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഒരു പൊതുജന പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ വ്യക്തിജീവിതത്തിലെ കറുത്ത പാട് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഈ അധികാര സ്ഥാനങ്ങളിൽ തുടരുന്നത് പാർട്ടി അനുവദിക്കില്ലെങ്കിൽ എല്ലാം പൊതുജന സമക്ഷം വെളിപ്പെടുത്തി ഇറങ്ങിപ്പോകാൻ ഞാൻ ഒരുക്കമാണ്. പാർട്ടിയുടെ തീരുമാനം സാറ് പറയണം. പാർട്ടിയുടെ അന്തസ് എന്നെന്നും കാത്തു സൂക്ഷിച്ച വളരെയേറെ ബഹുജന സമ്മതനായ മേനോന്റെ വ്യക്തി ജീവിതത്തിലെ ചെറിയൊരു അധ്യായം ഇതുവരെ തുടർന്നു വന്നതുപോലെ തന്നെ രഹസ്യമായിട്ടിരിക്കാൻ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എന്തു വില കൊടുത്തും ഇദ്ദേഹവും നമ്മളെല്ലാവരും തന്നെ ഒന്നും പുറത്തറിയിക്കാതിരിക്കാൻ നിർബന്ധിതരാണ്. പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ പോകുന്ന ഈ സംഭവം ഒരു കാരണവശാലും എതിരാളികൾക്കൊരു ആയുധമാക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ബാലൻ വള്ളിക്കാവിനെ പോലുള്ള പ്രവർത്തകർ കാണിക്കുന്ന ധാർമ്മിക ബോധവും സദാചാര മൂല്യങ്ങളോടുള്ള ആദരവും പ്രത്യേകം പ്രശംസനീയമാണ്. ബാലനെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം ഇന്ന് കാലത്താണ് ഡൽഹിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കേന്ദ്ര നേതൃത്വത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. വിജയം നമ്മുടേതാണ്. ജയ് ഹിന്ദ്. ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ശ്രീ വിശ്വനാഥ മേനോന് പ്രാവടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ അപേക്ഷിക്കുന്നു. അഞ്ജന തന്റെ മകളാണെന്ന് CM-ന്റെ മുന്നിൽ വെച്ച് മേനോൻ സാർ തുറന്ന് സമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മേനോൻ സാർ വഴങ്ങുകയും ചെയ്തു. അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാ മേനോൻ സാർ മകളെ സ്വീകരിക്കുമെന്നാണ്. ദേവാ, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാ പിന്നെ താൻ പുറത്തും അവൾ അകത്തും. അപ്പുറത്ത് അനുജനാണെന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു തണുപ്പം കളി കളിക്കുന്നത്? എന്താവശ്യമായി വന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചു തരാൻ കഴിവുള്ള സേനനെയാണ് എനിക്ക് പരിചയം. അവളെ നിന്റെ കയ്യിൽ എത്തിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. തന്ത്രപൂർവ്വം മാത്രമേ ഇക്കാര്യം നടത്താൻ കഴിയൂ. അതിന് ചിലപ്പോൾ സമയമെടുത്തെന്ന് വരും. തന്ത്രപൂർവം, സാവകാശം, സേനന്റെ വായിൽ നിന്നും പുതുതായി കേൾക്കുന്ന വാക്കുകളാണല്ലോ ഇതെല്ലാം. എന്തു പറ്റി? വിഷ്ണുവിനെ ഭയമാണോ? ദേവൻ, സേനനെ ഭയപ്പെടുത്താൻ പോകുന്ന ഒന്നിനെയും ദൈവം ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെന്താ? വിഷ്ണു പോയപ്പോ വലത് കൈ നഷ്ടപ്പെട്ടു പോയ നിസ്സഹായതയോ, അതോ നിങ്ങളുടെ യുഗം അവസാനിച്ച് വിഷ്ണുവിന്റേത് തുടങ്ങിയെന്നുള്ള ഭയമോ? ഇനിയും നാക്കിട്ടിളക്കാതെ പോവാൻ നോക്ക്. സേനൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും. നീയൊക്കെ ഇനി നേരിട്ട് ബോധ്യപ്പെട്ടാ മതി. പോ, ഇറങ്ങി പോവാൻ. ചേക്കുട്ടി, വണ്ടി റെഡിയാക്ക്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇനി തിരിച്ചു വരവുള്ളൂ.
പെണ്ണിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അറിയില്ല. സത്യം പറയണം, വെറുതെ എന്റെ കൈമനക്കെടുത്തരുത്. ഇല്ല, സത്യമായിട്ടും അറിയില്ല. ചേക്കുട്ടി, കേറി നോക്കടാ. അഞ്ജന എന്ന പെണ്ണെ കണ്ടോ? ഇല്ല. സത്യം പറയണ. അയ്യോ ഇല്ല. ഇവിടെ എവിടെയും കാണുന്നില്ല. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. ആ പെണ്ണിനെ ആരെങ്കിലും കുടിയിൽ ഒളിപ്പിക്കാനോ മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനോ ശ്രമിച്ചാൽ ഒരൊറ്റ കുടിയില്ലാതെ കത്തിച്ചു കളയും ഞാൻ. മനസ്സിലായല്ലോ? അതെ, കടലമ്മ ഇപ്പൊ ശോഭിച്ചിരിക്കല്ലേ. ഇളയച്ചനോട് പറഞ്ഞതാ ചിന്നുമോളെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടു ചെല്ലണ്ടാന്ന്. ആരാ അപ്പുറത്തുള്ളേ? മാധവേട്ടാ, ഒരു നല്ല കാപ്പി എടുക്കാൻ പറയണം. പിന്നെ ലേശം വെള്ളവും ചൂടാക്കണം. ഏട്ടൻ നല്ല ക്ഷീണിച്ചാ വന്നേക്കണേ. ഒരുപാട് അലഞ്ഞു അല്ലേ? എന്ത് ചെയ്യാൻ, സിംഹം ഇരയെ തേടാൻ ഇറങ്ങുമ്പോ മാൻകുട്ടി ജീവനും മുറുകെ പിടിച്ച് ഓടി ഒളിച്ചല്ലേ പറ്റൂ. ഈ നഗരം കൈവെള്ള പോലെ പരിചിതമായ ചേട്ടന്റെ കണ്ണിൽ നിന്ന് അഞ്ജനയെ രക്ഷിക്കാൻ ഒരു വഴിയേ ഞാൻ കണ്ടുള്ളൂ. അഞ്ജന ഏറ്റവും സുരക്ഷിതയായിരിക്കുക ഇവിടെ മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഏടത്തിയമ്മേ, എന്നെ തോൽപ്പിക്കാൻ നീയും അല്ലേ? നിനക്ക് സേനന്റെ തോൽവി കാണണം. ഇല്ല, അത് പാടില്ല. മോനെ സേന, നീ എന്താ ഈ കാണിക്കുന്നത്? ആ പാവത്തിനെ മിണ്ടരുത്. കൊല്ലും ഞാൻ, കൊല്ലും. സ്വന്തമെന്ന് കരുതിയവരല്ല എനിക്കെതിരെ തിരിയുമ്പോ പിന്നെ മുഖം നോക്കില്ല, വെട്ടി മാറ്റും ഞാൻ. മതി, മതിയാക്കാൻ. വിഷ്ണു, അതെ, വിഷ്ണുവാണ് പറയുന്നത്. ഇനി ഇവരെ തുടരുത്. അമ്മയുടെ സ്ഥാനം നൽകി സ്നേഹിക്കുന്ന ഇവരുടെ ദേഹത്തിന് കൈവീഴാൻ ജീവനോടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം എന്നെ, എന്നിട്ട് അവളെ തൊടാൻ കഴിയും. ഇവൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന വാക്ക് ജീവൻ ഉപേക്ഷിച്ചു അവളെ രക്ഷിക്കുന്നതാണ്. പെട്ട് എന്താ നോക്കി നിൽക്കുന്നത്? രക്തബന്ധത്തിന്റെ പേരിൽ ഒരു ഔദാര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ശത്രുവിനെ ശത്രുവായി മാത്രം കാണുന്ന ചന്ദ്രസേനൻ ഇവിടെ തോൽക്കരുത്. വെട്ട്, വെട്ടാൻ. മരണത്തിൽ പോലും എനിക്ക് ആഹ്ലാദിക്കാൻ ഏട്ടന്റെ മറ്റൊരു വിജയം. ഈ പാവം പെണ്ണിന്റെ മരണം കൊതിച്ചു കിടക്കുന്ന പട്ടികളെ എനിക്കറിയാം. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ ഞാൻ. എന്നാലേ ഏട്ടനെ ബാധിച്ചിരിക്കുന്ന ഈ ഭ്രാന്ത് മാറൂ. ഈ നാട്ടിലെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ജീവൻ, പ്രധാനമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൽ എന്റെ ഞരമ്പുകളിലൂടെ ഓടുന്ന ഓരോ തുള്ളിച്ചോരയും ഞാൻ ഈ മണ്ണിനർപ്പിക്കും. ഇല്ലടാ നാറി, നിന്റെ ചോര വീണ് ഈ മണ്ണ് കളങ്കപ്പെടാൻ അനുവദിച്ചുകൂടാ. കടലിൽ കെട്ടി താഴ്ത്തണം നിന്നെ. നീയാണല്ലേ ദേവന്റെ ഉപദേശകൻ. ആ പെൺകുട്ടിയെ കൊന്നിട്ട് നിനക്കെന്താടാ ചെറ്റ വേണ്ടത്? എന്താ ഇത്? നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഹലോ ഹലോ, എന്താ ഇത്? എന്നെ വിട്. വേണ്ട സഖാവേ, ഈ ചെറ്റയെ രക്ഷിക്കാനുള്ള ശ്രമത്തില് സ്വന്തം ദേഹത്ത് നിന്ന് ചോര പൊടിഞ്ഞാൽ അതൊരു നാണക്കേടാ. അല്ലെങ്കിൽ തന്നെ അന്തസ് കെട്ട രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കി ഇവന് സിന്ദാബാദ് വിളിക്കേണ്ടി വന്നതിലധികം നാണക്കേട് വേറെ ഉണ്ടോ? തൊഴിലാളി വർഗ സ്നേഹം പ്രസംഗിക്കുന്ന നിങ്ങൾ ആ വർഗത്തോട് തന്നെ ചെയ്ത ഏറ്റവും വലിയ ചതിയല്ലേ ഇവനെ സ്ഥാനാർത്ഥിയാക്കിയത്? നിന്നെ ഇനിയും കിട്ടും എന്റെ കയ്യില്. പോലീസ് വിഷ്ണു, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമം നടത്തണ്ട. അയ്യേ, ആര് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു? എന്തിനാ SI സാറെ വെറുതെ ഭയക്കുന്നത്? നിങ്ങൾ വിളിച്ചാൽ ഞാൻ റെഡിയല്ലേ? എന്താണാവോ കാരണം? കാരണങ്ങളൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് പറയാം. ഛേ, അതെന്താ സാറേ ഒരു ഉടക്കിലായി? ഒരു പൗരാവകാശത്തിന്റെ പേരിൽ വെറുതെ ഒരു കൊതി കൊണ്ട് ചോദിച്ചതാ. നീ മോഹൻ തമ്പി ആക്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഓ, ആ നാറിയുടെ പ്രശ്നമാണ്. ഇങ്ങനൊരു നടപടി ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 4 എണ്ണം നല്ല വൃത്തിയായിട്ട് ചാർത്തായിരുന്നു. ശരി, ഞാൻ വരാം. പോയാ? ഓ, അഞ്ജനെ നോക്കിക്കൊണ്ടും സ്ഥലം മാറ്റിക്കും. അറിയാലോ? വിഷ്ണു, പേടിക്കണ്ട, പോയുണ്ട്. കുറച്ച് കാലമായിട്ടുള്ള എവരുടെ ഒരു മോഹമാ എന്നെ ഒന്ന് സൽക്കരിക്കണമെന്ന്. നടക്കട്ടെ, വാ സാറേ. തമ്പി, എനിക്ക് അവന്റെ മുഖത്തൊന്ന് കാർക്കിച്ച് തുപ്പണം. തമ്പി വാ. ഏയ്, ഞാൻ വരുന്നത് ആ, ഇതിന്റെ പിന്നിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് അറിയാതിരിക്കുന്നതല്ലേ ബുദ്ധി. അറിഞ്ഞ അവൻ ചെത്തിക്കളയും. കൊടുത്തു മാത്രമാണ് നിനക്ക് ശീലമല്ലേ? കൊള്ളുമ്പോ എങ്ങനുണ്ട്? നീ അവളെ അങ്ങ് രക്ഷിച്ചു കളയുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പം നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടിയില്ലല്ലോടാ. നാട് ഭരിക്കുന്നെന്ന് പറയുന്ന നിന്റെ ചേട്ടൻ പോലും. കിടക്ക്, കിടന്ന് ചതയടാ. എന്നാലേ നിന്റെ ആ തരിപ്പൊന്ന് മാറൂ. കൊല്ലണം, കൊല്ലണം എന്നെ. എന്നാലേ നീ ആ ചെറ്റയും രക്ഷപ്പെടുള്ളൂ. പുറത്തു വന്നാൽ ഇടിച്ച് രണ്ടിനെയും ചങ്ക് ഞാൻ കലക്കും. ഇങ്ങനെ കടുംപിടുത്തം പാടില്ല. പോലീസുകാർ തല്ലിച്ചതച്ച് കൊല്ലും മുമ്പ് വിഷ്ണുവിനെ രക്ഷിക്കണം. എന്തിന്? എല്ലാം നേരിടാൻ ഇറങ്ങി തിരിച്ചതല്ലേ? അനുഭവിക്കട്ടെ. അങ്ങനെ പറയരുത്. വിഷ്ണു ഇപ്പൊ അനുഭവിക്കുന്ന വേദന അവൻ തനിച്ച് ചെയ്ത കുറ്റങ്ങൾക്കുള്ളതല്ല. ഏട്ടന്റെ പേരും കൂടെ പറഞ്ഞാവും എല്ലാരും പ്രതികാരം തീർക്കുന്നത്. ഞാൻ കാല് പിടിക്കാം. വിഷ്ണുവിനെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്.
വേണ്ട. എന്താ ഇവിടെ? ആ എന്താ എന്താ ഇത്? ഈ ഒരു കിടപ്പ് എങ്ങനെയുണ്ട്? വീണുപോയോ? വീഴാൻ പാടുണ്ടോ? ഹലോ സേൻ. ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഒരു കുറവും വരുത്തരുത്, മനസ്സിലാവുന്നുണ്ടോ? പണം തരാം, എത്ര വേണമെങ്കിലും. എന്താ സേൻ ഇത്? ഇതൊന്നും ആവശ്യമില്ല. രാവും പകലും ശ്രദ്ധ വേണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. പകരം എന്തും ചോദിച്ചോളൂ, സേനൻ തരും. കറിയാച്ചൻ, താനും തന്നെ ഡിപ്പാർട്ട്മെന്റും ഒന്ന് മനസ്സിലാക്കണം. സേനൻ മരിച്ചിട്ടില്ല. അതിനു മുമ്പ് ഒരു പട്ടി കഴിവറയുടെ മോനും പൊളക്കണ്ട. സേനൻ, എനിക്ക് ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല. മറ്റു ചിലരുടെ മുൻവൈരാഗ്യം അറിയാം. വലത് കൈ കാണില്ല ഒരുത്തന്റെയും. വെട്ടി അരിയും ഞാൻ.